പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് LPG ക്ഷാമം രൂക്ഷമായി തുടരുന്നു. ഇതോടെ രാജ്യത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കടുത്ത പ്രതിസന്ധിയിലാണ്. വിഷയത്തിൽ ഓട്ടോകൾ പെട്രോളിലേക്ക് മാറുന്നതാണ് ഉചിതമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രതികരിച്ചു. ഇതോടെ കുറഞ്ഞ ചിലവിൽ LPG ഉപയോഗിച്ച് സർവീസ് നടത്തിയിരുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം അശാന്തമായി തുടരുകയാണ്. ഇപ്പോൾ രാജ്യത്ത് LPG ക്ഷാമം അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകൾ ഇന്ധനമായി പെട്രോളിനെ ആശ്രയിക്കണമെന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞിരിക്കുന്നു. ആഗോളതലത്തിൽ LPG വിഭവങ്ങൾ പരിമിതമായതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെന്നും പെട്രോൾ എപ്പോഴും ലഭ്യമായ ഇന്ധനമാണെന്നും മന്ത്രി പറയുന്നുണ്ട്. എന്നാൽ LPG ക്ഷാമം രൂക്ഷമായതോടെ രാജ്യത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടും ഇന്ധനം ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്ന് പല ജില്ലകളിലും കാണാൻ സാധിക്കുന്നത്. ഓട്ടോകൾ പെട്രോളിലേക്ക് മാറുന്നതാണ് ഉചിതമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നിടത്തും വലിയ ആശങ്ക നിലനിൽക്കുന്നു. ഇതോടെ കുറഞ്ഞ ചെലവിൽ LPG ഉപയോഗിച്ച് സർവീസ് നടത്തിയിരുന്ന ആയിരക്കണക്കിന് ഓട്ടോ ഡ്രൈവർമാരുടെ ജീവിതമാണ് അവതാളത്തിലാകുന്നത്. രാജ്യത്തുടനീളമുള്ള LPG പമ്പുകൾ മിക്കതും നിലവിൽ അടച്ചിട്ട അവസ്ഥയാണ്. തുറന്ന പമ്പുകളാകട്ടെ പുലർച്ചെ മുതൽ ഓട്ടോറിക്ഷകളുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. ഇന്ധനം നിറയ്ക്കാൻ മണിക്കൂറുകളാണ് ഇവർ ക്യൂ നിൽക്കേണ്ടത്. ഇത്തരം സാഹചര്യം ഡ്രൈവർമാരുടെ അന്നുള്ള വരുമാനത്തെയും ബാധിക്കുന്ന കാഴ്ചയാണ്. ഈ സാഹചര്യത്തിലാണ് രാജ്യത്ത് ഇപ്പോഴും ലഭ്യമാകുന്ന പെട്രോളിനെ ആശ്രയിക്കാൻ മന്ത്രി പറയുന്നത്. കർണാടകയിലെ 327 LPG വിതരണ കേന്ദ്രങ്ങളിൽ 72 മാത്രമാണ് നിലവിൽ സർക്കാർ നേരിട്ട് നടത്തുന്നത്. ബാക്കി 300 സ്വകാര്യ കമ്പനികളാണ് നടത്തിവരുന്നത്. ആഗോള വിപണിയിലെ വിലക്കയറ്റം മുൻനിർത്തി സ്വകാര്യ കമ്പനികൾ കിലോയ്ക്ക് 110 രൂപ വരെ വില വർദ്ധിപ്പിച്ച സാഹചര്യവുമുണ്ട്. എന്നാൽ സർക്കാർ കേന്ദ്രങ്ങളിൽ 89 രൂപയാണ് വിലയെങ്കിലും അവിടെ ആവശ്യത്തിന് സ്റ്റോക്കില്ല. ഇത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. നിലവിൽ രാജ്യത്തെ LPG ആവശ്യകതയുടെ 40% ഇറക്കുമതി ചെയ്യുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇറക്കുമതിയെ ബാധിച്ചിട്ടുണ്ട്. ഇത് നിലവിലെ ക്ഷാമത്തിന് പ്രധാന കാരണമാണ്. നിലവിൽ ഉടനെയൊന്നും ഈ പ്രതിസന്ധി പരിഹരിക്കാനാകില്ലെന്ന സൂചന തന്നെയാണ് മന്ത്രി പറഞ്ഞതിലൂടെ വ്യക്തമാകുന്നതെന്ന് ഓട്ടോ തൊഴിലാളികളും പറയുന്നു. പാചകവാതക LPG വിലവർധനയ്ക്കും ക്ഷാമത്തിനുമെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. അതിനിടയിലാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ഉപജീവന മാർഗം തകർക്കുന്ന നിലപാടുകളും പുറത്തുവരുന്നത്. എന്തായാലും ഇത് കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യതയുള്ളത്. ഇന്ധനക്ഷാമം മൂലം ഓട്ടോ ഡ്രൈവർമാർ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മന്ത്രിയുടെ പ്രസ്താവന വീണ്ടും ചർച്ചകളിലേക്ക് വഴിവെക്കുന്നു. നഗരങ്ങളിലെ ഭൂരിഭാഗം LPG പമ്പുകളും അടഞ്ഞുകിടക്കുന്ന അവസ്ഥ തുടരുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ അനിശ്ചിതത്വം വരും ദിവസങ്ങളിൽ കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.